ഹലോ മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ലവ്ലി വ്യൂവേഴ്സ്. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു എൻ്റെ പല്ല് ശരിയാക്കാനായിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് എൻ്റെ പല്ല് ശരിയാക്കാൻ പറ്റിയില്ല, എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് കാൽഷ്യം ഡെഫിഷ്യൻസിയെ പറ്റിയിട്ടാണ് ഇന്ന് വീഡിയോ. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഈ ചെറിയ പ്രായത്തിൽ പല്ലിലും എല്ലിനും ഒക്കെ ഇത്ര പ്രശ്നം? നമ്മൾ ടി വി തുറക്കുമ്പോൾ തന്നെ കാണിക്കും 30 വയസ്സിന് ശേഷം ബോൺ ഡെൻസിറ്റി സ്ത്രീകൾക്ക് പ്രശ്നമാണ്. അപ്പോൾ 30 വയസ്സിന് ശേഷം സ്ത്രീകൾ പ്രഗ്നൻ്റ് ആകരുത് എന്നൊക്കെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട്. നമ്മളൊന്ന് ആലോചിക്കണം, ഒരു 100 വർഷങ്ങൾക്ക് മുൻപേ സ്ത്രീകൾ 40കളിലും കൺസീവ് ചെയ്തിരുന്നു, എന്നിട്ട് ഒരു 100 വയസ്സ് വരെയൊക്കെ നല്ല സുഖമായിട്ട് ജീവിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ 30 വയസ്സാകുമ്പോൾ അയ്യോ കിളവിയായി എന്നുള്ളൊരു ഫീല് ടി വിയിൽ കൂടെയൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കോർ റീസൺ? എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇങ്ങനെ എല്ലിനും പല്ലിനും ഒക്കെ ഇത്രയും ബലക്കുറവ് സംഭവിക്കുന്നത്? ഒരു 50 വയസ്സ് കഴിയുമ്പം തന്നെ എല്ലിനൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും വരുന്നുണ്ട്. ഓസ്റ്റിയോപോറോസിസ് ഒക്കെ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു. കട്ടിലൊന്ന് കിടക്കാനും പോലും പറ്റത്തില്ല, ഭയങ്കര നടുവേദന. കുഞ്ഞു പെൺകുട്ടികൾക്ക് പോലും ഭയങ്കര നടുവേദന. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു റീസൺ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഒരു വില്ലനാണ് നമ്മുടെ കാൽഷ്യം ഒക്കെ കൊണ്ടുപോകുന്നത്. ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മലയാളികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും നോൺ വെജ് വാരി വാരി കഴിക്കുന്ന ആൾക്കാരാണ്. 4 നേരം നോൺ വെജ് കഴിക്കുന്നവരാണ്. ഒരു ദിവസം പോലും നോൺ വെജ് മിസ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ ധാരാളമായിട്ട് വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട്. നോൺ വെജ് കൂടെയാണ് വൈറ്റമിൻ ഡി കിട്ടുന്നത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് കാൽഷ്യം അബ്സോർപ്ഷൻ ആവശ്യത്തിന് നടക്കുന്നില്ല? വില്ലൻ മറ്റാരുമല്ല, അലുമിനിയമാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ അലുമിനിയം എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അലുമിനിയം കാൽഷ്യം ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ അത് കാരണം ഈ അലുമിനിയം കാൽഷ്യം അബ്സോർപ്ഷൻ്റെ ഇടയ്ക്ക് ഒരു വില്ലൻ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ അലുമിനിയം ഉണ്ടല്ലോ, കാൽഷ്യം ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീനിൽ കയറി ബൈൻഡ് ചെയ്ത് കളയും. അപ്പോൾ പിന്നെ കാൽഷ്യത്തിന് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ അലുമിനിയം കാൽഷ്യം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്, അതിൽ കൂടെ കയറി ബൈൻഡ് ചെയ്ത് കളയും. അപ്പോഴും കാൽഷ്യം ട്രാൻസ്പോർട്ടേഷൻ നടക്കത്തില്ല. പിന്നെ വൈറ്റമിൻ ഡിയിൽ കൂടി പുള്ളിക്കാരൻ കയറി ഇടപെട്ട് കളയും. അപ്പോൾ കൂടുതൽ കാൽഷ്യം അബ്സോർപ്ഷൻ അവിടെയും നടക്കുന്നില്ല. അതുപോലെ തന്നെ അലുമിനിയം കാരണം യൂറിൻ വഴി ഒരുപാട് കാൽഷ്യം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഓവറോളായിട്ട് ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ അലുമിനിയമാണ് എല്ലാത്തിനും കാരണം. ഇനി കാൽഷ്യം ഡെഫിഷ്യൻസി കാരണം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത് എന്നും കൂടി പറഞ്ഞുതരാം. കാൽഷ്യത്തിൻ്റെ അഭാവത്തിൽ ഓഫ്കോഴ്സ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും, എല്ലിനും പല്ലിനൊക്കെ ബലക്കുറവുണ്ടാവും, മസിൽ ക്രാംസ് വരാനുള്ള സാധ്യതയുണ്ട്. അതിപ്പം ആൾക്കാരൊരു കോമൺ പ്രശ്നമായിട്ട് പറയുന്നുണ്ട്, ചുമ്മാ നിൽക്കുമ്പോൾ പോലും മസിൽ ക്രാംസ് വരുന്നുണ്ട് എന്നുള്ളത്. ഫെറ്റീക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. ഇനി എങ്ങനെയാണ് അലുമിനിയം നമ്മുടെ ഫുഡിലേക്ക് വരുന്നത് എന്ന് നോക്കാം. നിങ്ങളിപ്പോൾ തന്നെ അടുക്കളയിൽ ചെന്നിട്ട് നോക്കൂ, എന്തൊക്കെ അലുമിനിയം പാത്രങ്ങളാണ് അടുക്കളയിലുള്ളത്. അലുമിനിയത്തിൻ്റെ ചീനിച്ചട്ടി, അലുമിനിയത്തിൻ്റെ കുക്കർ, അലുമിനിയത്തിൻ്റെ ബിരിയാണി ചെമ്പ്, എക്സെട്ര ഒരുപാട് പാത്രങ്ങൾ അടുക്കളയിൽ അലുമിനിയത്തിൻ്റെ ഇരിപ്പുണ്ട്. ഇനി ഈ അലുമിനിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ അലുമിനിയത്തിൻ്റെ അയോണുകൾ നമ്മുടെ ഭക്ഷണത്തിലേക്ക് കലരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുളിപ്പുള്ള സാധനങ്ങൾ, ഈ അച്ചാർ, അതുപോലെ മീൻകറിയൊക്കെ വയ്ക്കില്ലേ, ഈ പുളിയൊക്കെ ഇട്ടിട്ട്, അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോഴും അലുമിനിയം ധാരാളമായിട്ട് ഭക്ഷണത്തിലേക്ക് കലരാനുള്ള സാധ്യതയുണ്ട്. ഇത് 1-2 ദിവസം നമ്മൾ കഴിച്ചു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ നമ്മളൊന്ന് ഓർത്ത് നോക്കൂ, ജനിച്ച അന്ന് മുതൽ എന്തെങ്കിലും അലുമിനിയം പാത്രത്തിൽ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ച് വരെയാണ്. അപ്പോൾ ഗ്രാജുവലി ആണ് ഈ ഒരു പ്രശ്നം നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അലുമിനിയം മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. അതുപോലെ തന്നെ അലുമിനിയം ബേക്കിംഗ് ഷീറ്റിന് പകരം ഓർഗാനിക് ആയിട്ടുള്ള ബേക്കിംഗ് ഷീറ്റുകൾ ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ ഈ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഡിഗ്രഡേഷൻ്റെ ഒരു പ്രത്യേകത, അത് ദ്രവിച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊരു തിരിച്ചുപോക്കില്ല. അപ്പോൾ നമ്മുടെ ലൈഫ് എന്തായാലും ഇങ്ങനെ ആയിപ്പോയി, നമുക്ക് തിരിച്ച് പഴയതുപോലുള്ള ഒരു ശരീരത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഭാവി തലമുറയെങ്കിലും നമ്മൾ തീർച്ചയായും പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ അവസ്ഥ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഇവിടെ നീരിപ്പോഴും ഉണ്ട്. എൻ്റെ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ബൈ.